ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ITSR കാസ്റ്റ്. ഒരു ഭാഗത്ത് IT-യിൽ നല്ല കുറേ അവസരങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്നു. എന്നാൽ മറുഭാഗത്ത് കുറേ പേർക്ക് ജോലി നഷ്ടപ്പെടുന്നു, ലേ ഓഫ് തുടങ്ങിയ കാര്യങ്ങളും കേൾക്കുന്നു. സോ എന്താണ് റിയാലിറ്റി? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ടുഡേ വി ഹാവ് ഡോക്ടർ മെൻഡസ് ജേക്കബ്. He is an academician with over 35 plus years of experience. He is MD and CEO of ITSR Solutions Limited and the Director of Valiant Technologies UK, USA and Canada. He's also the head of MCA department at Marian College, Kutikana. Welcome, sir, to the discussion. Thank you. സോ ഈ ഒരു സമയത്ത് IT മേഖലയിൽ കുറേ നല്ല അവസരങ്ങൾ ഉണ്ടെന്നും അതേപോലെ തന്നെ ലേ ഓഫ് ഉണ്ടെന്നും റിസഷൻ ആണെന്നും കേൾക്കുന്നു. സോ എന്താണ് റിയാലിറ്റി? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് രണ്ടും ശരിയാണ്. ഈ സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പറിനകത്ത് കാണുന്നുണ്ട് കുറേയധികം ലേ ഓഫ്, പ്രത്യേകിച്ച് ടോപ്പ് കമ്പനീസ് ലേ ഓഫ് നടത്തുന്നുണ്ട്. അതും ഹൺഡ്രഡ്സ് അല്ല തൗസൻഡ്സ് ഓഫ് എംപ്ലോയീസിനെയാണ് അവർ ലേ ഓഫ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ റിസഷൻ്റെ ടൈമാണ്, എക്കണോമിക് റിസഷൻ ഉണ്ട്, വാറിൻ്റെ ഒരു ആഫ്റ്റർ ഇമ്പാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിയിലുള്ള പുതിയ ഡിസ്റപ്ഷൻസ് ലൈക്ക് AI വന്നതോട്, ജനറേറ്റീവ് AI വന്നതോടുകൂടി കുറേയധികം ജോബ്സ് ഇല്ലാതാവുന്നു. അപ്പോൾ ഇത് ഒരു സൈഡിലുണ്ട്. അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ചില ഏരിയയിലൊക്കെ സാലറി ആണെങ്കിലും ജമ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ല എക്സ്പെർട്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്, അല്ലെങ്കിൽ കൂടുതൽ ചില പർട്ടിക്കുലർ ഏരിയയിൽ, IT തന്നെ ചില പർട്ടിക്കുലർ ഏരിയയിൽ ഡിമാൻഡ് കൂടുതലുണ്ട്. അപ്പോൾ രണ്ടും ശരിയാണ്. സോ ഈ ഒരു സമയത്ത് IT മേഖലയിൽ ജോലി നോക്കുന്ന ഒരു കാൻഡിഡേറ്റിന് ഏതൊക്കെ ഏരിയാസിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? കൂടുതൽ ജോലി സാധ്യതകൾ ഉള്ള മേഖലകൾ ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം AI തന്നെ ഒരു ഏരിയ ആണ്. ജനറേറ്റീവ് AI വന്നു, അതുപോലെ ChatGPT ഒക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് പല കമ്പനികളും അവർ ഓൺ ഒരു AI പ്ലാറ്റ്ഫോം, AI എഞ്ചിൻ ബിൽഡ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ്. അപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സയൻറ്റിസ്റ്റ് അല്ലെ മെഷീൻ ലേണിങ്, AI റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവർക്ക്, നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ജോബുണ്ട്. സൈബർ സെക്യൂരിറ്റി വേറെ ഒരു ഏരിയ ആണ്. നമുക്കറിയാം ക്ലൗഡ് അഡോപ്ഷൻ വരുന്നു, കൂടുതൽ സെക്യൂർ ആകേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ AI വന്നതോടുകൂടി തന്നെ സെക്യൂരിറ്റിയുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്തത്. അപ്പം അവിടെ സൈബർ സെക്യൂരിറ്റി ഏരിയയിലും ഇന്ന് എക്സ്പേർട്സിനെ ആവശ്യമുണ്ട്, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവിടെയുണ്ട്. വേറെ ഒരു ഏരിയ ആണ് ക്ലൗഡ് ആൻഡ് ഡെവോപ്സ്. അപ്പം ഡെവലപ്മെന്റും ഓപ്പറേഷൻസും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഡെവോപ്സ് എന്ന് പറയുക. ഇന്ന് കമ്പനികൾ കൂടുതലും ഒരു സീംലെസ് ഇൻ്റഗ്രേഷൻ ആണ് അവർക്ക് വേണ്ടത്. അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കൊരു 3 ഏരിയ ആയിട്ട് ആണെങ്കിൽ ഈ 3 ഏരിയയിലാണ് ഇന്ന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. സോ സാറ് പറഞ്ഞതുപോലെയുള്ള ട്രെൻഡിങ് ഏരിയാസിൽ ജോലി നേടാനായി ഒരു കാൻഡിഡേറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർഡ് ആയിരിക്കേണ്ടത്? സാധാരണഗതിയിൽ നമുക്ക് ഇതുപോലെയുള്ള റിസഷന്റെ സമയത്ത്, പ്രത്യേകിച്ച് IT-യിൽ ജോബ് ഇല്ലാതെ, ജോബ് നഷ്ടപ്പെടുന്നത് ആർക്കാണെന്നുള്ളതൊന്ന് ആദ്യം ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്ന്, ഡിമാൻഡിങ് ആയിട്ടുള്ള ടെക്നോളജി അല്ലാത്ത ഏരിയ ആണ്. രണ്ടാമത്, ഒരു ഡെപ്ത് ഇല്ലാത്ത കാൻഡിഡേറ്റ്സ്. അപ്പം ഏത് ഏരിയ ആണെങ്കിലും അവർക്കൊരു ഡെപ്ത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ഔട്ട് ആവും, പ്രത്യേകിച്ച് റിസഷന്റെ സമയത്ത്. അപ്പം നമ്മൾ IT പ്രൊഫഷണൽസ് നോക്കേണ്ടത് അവരവരുടെ കമ്പനിയിൽ കൂടുതൽ റിലവൻ്റ് ആകുന്ന രീതിയിൽ അവർക്ക് കൂടുതൽ ഡെപ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം വെറുതെ എന്തെങ്കിലും പഠിച്ച് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡിന്റെ സമയത്തൊക്കെ ഓൺലൈൻ ട്രെയിനിങ് ആയിരുന്നു. ആ സമയത്ത് IT-യിൽ നല്ലൊരു ബൂം ഉണ്ടായിരുന്നുകൊണ്ട് കുറേ പേരെല്ലാം പ്ലേസ്ഡ് ആയി. പക്ഷെ ആ ഒരു ട്രെൻഡ് മാറി. ഇന്ന് വേണ്ടത് സ്റ്റുഡൻസ് ആണെങ്കിലും അവർ കൂടുതൽ ഒരു ഡെപ്തിലേക്ക് പോകണം. അതുപോലെ തന്നെ ഒരു ട്രെയിൻഡ് ഫ്രഷേഴ്സിനാണ് ഇന്ന് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത്. ഫ്രഷേഴ്സിനെ അധികം കമ്പനികൾ ഇപ്പം എടുക്കുന്നില്ല. ട്രെയിൻഡ് ഫ്രഷേഴ്സിനാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഈ ഒരു സമയത്ത് IPSRലെ ട്രെയിനിങ്ങിൽ എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വരുത്തിയിരിക്കുന്നത്? IPSRൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇതാണ്, ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ടെക്നോളജിയിലാണ് നമ്മൾ കൂടുതൽ ആ സമയത്ത് ഫോക്കസ് ചെയ്യുക. ഇപ്പം നമ്മൾ അത് ഫോക്കസ് ചെയ്തു, ഡിമാൻഡിങ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ കൂടുതൽ ഡെപ്തിലേക്ക് ട്രെയിനിങ് കൊടുക്കാൻ, കാരണം നേരത്തെയൊക്കെ കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പ്ലേസ്ഡ് ആകുമായിരുന്നു. ഇന്ന് അതല്ല. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയുന്നതാണ്, നിങ്ങളൊരു ഇന്റേൺഷിപ്പ് ചെയ്ത് ലൈവായിട്ടുള്ള ടാസ്കുകൾ ചെയ്ത് നിങ്ങൾ എക്വിപ്ഡ് ആവുക.
അപ്പോൾ സ്റ്റുഡൻസ് പക്ഷേ പലതരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാസ്കുകളും IPSR ഒരു IT കമ്പനി ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തെല്ലാം ലൈവായിട്ടുള്ള വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ബാക്കപ്പ് കൂടെ, ട്രെയിനിങ് മാത്രമല്ല നമ്മൾ കൊടുക്കുക, അവർക്ക് ലൈവായിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്, ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ കാലിബർ അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ സ്റ്റുഡൻസ് കൂടുതൽ പാഷനോട് കൂടി അതിനെ എടുക്കുകയാണെങ്കിൽ, കൂടുതൽ ഡെപ്തിൽ അവർ പഠിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ടാസ്കുകൾ നമ്മൾ കൊടുക്കുകയും അവരൊരു ഇൻഡസ്ട്രി റെഡി ആക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും മെഷീൻ ലേണിംഗിലാണെങ്കിലും AI നമുക്ക് തന്നെ പ്ലാറ്റ്ഫോം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. AI പ്രോഡക്ട്സ് നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ ക്ലൗഡിലാണെങ്കിലും നമ്മുടെ ലൈവായിട്ടുള്ള നമ്മുടെ ടീം, നമ്മുടെ സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ക്ലൗഡിലാണ്. ഡെവോപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവരിലേക്ക് ഈ സമയത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഒരു റിസഷൻ ടൈമിൽ പോലും IPSRൽ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ടല്ലോ. സോ എന്തൊക്കെയാണ് IPSRലെ പ്ലേസ്മെന്റ് സ്ട്രാറ്റജീസ്? IPSRന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റുഡന്റ് പ്ലേസ്ഡ് ആകുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സാധാരണ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്ന IT ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഒരു ഫിനിഷിംഗ് പ്രോഡക്റ്റ് ആയിട്ട് അവർ പുറത്തേക്ക് പോകുന്ന വിധത്തിൽ കോഴ്സ് മാത്രമല്ല, ട്രെയിനിങ് മാത്രമല്ല കൊടുക്കുക, അവർക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കും. അപ്പോൾ അവർ പ്ലേസ്ഡ് ആകുന്നവരെ അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, അവർക്ക് എന്തെങ്കിലും ടാസ്കുകൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സമയത്ത് അവർക്ക് പ്ലേസ്ഡ് ആകാനുള്ള എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്ന വരെ നമ്മൾ സപ്പോർട്ട് കൊടുത്ത് അവരെ പ്ലേസ്ഡ് ആക്കും. ഇങ്ങനെയായിരിക്കും അത് ചെയ്യുക. സാറ് പറഞ്ഞ 3 ട്രെൻഡിങ് ഏരിയാസിൽ ഒന്ന് സൈബർ സെക്യൂരിറ്റി ആണല്ലോ. എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റിയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം? നമുക്കറിയാം ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഓൺലൈനാണ് പല കാര്യങ്ങളും. ഇപ്പം ബാങ്ക് ട്രാൻസാക്ഷൻസ് നടത്തുന്നു, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എല്ലാം ഓൺലൈനാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഈ ഹാക്കിങ്ങിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസും സെക്യൂർ ആയിരിക്കണം. ഇപ്പൊ കൺട്രീസിലാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ വാർ നടക്കുന്ന സമയത്ത് അവിടെയും സൈബർ അറ്റാക്സ് ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ബാങ്കിങ്ങിന്റെ ഞാൻ പറഞ്ഞു. പിന്നെ നമുക്കറിയാം ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് ഇപ്പം യൂറോപ്പിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് വന്നിട്ടുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ കമ്പനീസിനാണെങ്കിലും അവരുടെ ഡേറ്റ സെക്യൂർ ആയിരിക്കണം. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് സൈബർ സെക്യൂരിറ്റി. അപ്പൊ എവിടെയാണെങ്കിലും സെക്യൂരിറ്റിക്ക് ഡിമാൻഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ AI വന്നതോടുകൂടി സൈബർ സെക്യൂരിറ്റിയിലും AIയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഒന്ന്, കൂടുതൽ സെക്യൂർ ആകണം. രണ്ടാമത് AI യൂസ് ചെയ്തുകൊണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ നമുക്ക് അറ്റാക്സുകൾ പ്രിവെന്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം സൈബർ സെക്യൂരിറ്റി ഒരു എവർഗ്രീൻ ടെക്നോളജി എന്ന് വേണേൽ പറയാം. ഒരിക്കലും അതിനൊരു ഡിമാൻഡ് കുറയത്തില്ല. ചില സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതിന് ഡിമാൻഡ് കൂടുതലാണ്. ആർക്കൊക്കെയായിരിക്കും ഈ ഒരു മേഖല അനുയോജ്യമായിരിക്കുന്നത്? സൈബർ സെക്യൂരിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി കോഴ്സുകളും എല്ലാം നമുക്ക് കാണുന്നുണ്ട്. എത്തിക്കൽ ഹാക്കിംഗ്, അങ്ങനെ പല തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് പലപ്പോഴും അവർക്കൊരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് പല കോഴ്സുകളും ചെയ്യുകയാണ്. എന്നാൽ സീരിയസ് ആയിട്ട് ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്കൊരു ഇൻഡെപ്ത് നോളജ് പല ഏരിയയിലും വേണം. ഒന്ന്, നമുക്കറിയാം പ്രോഗ്രാമിംഗ് ആണെങ്കിൽ കോഡിങ്ങിൽ ടെക്നോളജി നല്ല നോളജ് വേണം, മാത്തമാറ്റിക്സിലുള്ള നോളജ് വേണം. അതോടൊപ്പം തന്നെ ഇപ്പൊ ക്ലൗഡ് വന്നതോടുകൂടിയാണ് സൈബർ സെക്യൂരിറ്റിക്ക് കൂടുതൽ ഡിമാൻഡ് വന്നത്. കാരണം എല്ലാവരും ക്ലൗഡിലാണ്. അപ്പൊ ക്ലൗഡിനെ പറ്റി ഒരു നോളജ് ഇല്ലാതെ ഒരാൾക്ക് ഒരു സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പെനിട്രേഷൻ എഞ്ചിനീയർ ആകാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള കുറെ ഫൗണ്ടേഷൻസ് ബിൽഡ് ചെയ്തിട്ട് വേണം നമ്മളൊരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ ആകേണ്ടത്. പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെയല്ല നടക്കുന്നത്. ആർക്ക് വേണേലും പഠിക്കാവുന്ന പോലെയാണ് സൈബർ സെക്യൂരിറ്റി പല സ്ഥാപനങ്ങളും കോഴ്സുകൾ കൊടുക്കുന്നതും. സ്റ്റുഡൻസ് അങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ഹോബി പോലെ അതിനെ എടുക്കാറുണ്ട്. IPSRലെ സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് ട്രാക്കിനെ കുറിച്ചൊന്ന് പറയാമോ? സാറിൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി കോഴ്സ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അതായത് അവർക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു പ്രൊഫഷൻ ആണെങ്കിലും നല്ലൊരു സാലറി പാക്കേജ് ഇന്ന് സൈബർ സെക്യൂരിറ്റിയിലുണ്ട്. ഈവൻ എനിക്കറിയാം 2, 3, 4 വർഷമൊക്കെ ആയിട്ടുള്ളവർ ഈവൻ 50 lakhs പെർ ആനം വാങ്ങിക്കുന്നവരുണ്ട്. അപ്പൊ അത്രയും ഡിമാൻഡുള്ള ഒരു ഏരിയയിൽ ഒരു ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ IPSR ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ക്ലൗഡ്, നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നത് ക്ലൗഡിലാണ്. അപ്പൊ ക്ലൗഡിന്റെ നോളജ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ പലർക്കും ലിനക്സ് നോളജ് ഇല്ലാതെയാണ്
സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നത്. പക്ഷെ ലിനക്സ് ഇല്ലാതെ നമുക്ക് സൈബർ സെക്യൂരിറ്റി പോകാനേ സാധിക്കത്തില്ല. അതുപോലെ ഓട്ടോമേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഒരു പെനട്രേഷൻ ടെസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് പെനട്രേഷൻ ടെസ്റ്റിംഗ് ആണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻസ് കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോഴ്സ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഷേഴ്സിന് മാത്രമല്ല, നമ്മുടെ ഇവിടെ പഠിക്കുന്ന പലരും ഈവൻ 10+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽസ് ആണ് ഈ കോഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ ഓൾറെഡി മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരും ഏകദേശം ഒരു 20 ഇയേഴ്സ് വരെ എക്സ്പീരിയൻസ് ഉള്ളവരും നമ്മുടെ ഫാക്കൽറ്റി ടീമിലുണ്ട്. അപ്പോൾ ലൈവ് ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു നോളജിന് വേണ്ടിയിട്ടല്ല സൈബർ സെക്യൂരിറ്റി പഠിക്കേണ്ടത്. കാരണം ഇവർ വളരെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് ആ ഒരു ഇൻഡെപ്ത് നോളജ് കിട്ടി വേണം ഇവിടുന്ന് പോകാനായിട്ട്. നമുക്ക് ഒത്തിരി ഒരു വോളിയം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ അല്ല എടുത്ത് പഠിപ്പിക്കുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ പേർക്ക് അവർക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം. അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. IPSRൽ സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിച്ചവർക്കുള്ള പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും? സൈബർ സെക്യൂരിറ്റിയുടെ കേസിൽ നമുക്കൊരു പ്ലേസ്മെന്റിന്റെ ഒരു പ്രോബ്ലം ഇവിടെ വരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും പഠിക്കുക എന്നുള്ളതല്ല, ഒരു ഡെപ്തിൽ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണ് സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ വരുന്നത്. കാരണം നമ്മൾ കോഴ്സ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുക. അത് ഓൾറെഡി പ്ലേസ്ഡ് ആയവരായിരിക്കും, അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഒരു ജോബ് കഴിഞ്ഞിട്ട് അടുത്ത അവർക്കൊരു അഡ്വാൻസ് ലെവലിലേക്ക് പോകേണ്ടവരായിരിക്കും. ഫ്രഷേഴ്സ് വന്നാലും അവർ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളവരാണ് വരുന്നത്. അവർക്ക് 100% പ്ലേസ്മെന്റ് ആണ്. നമ്മൾ സെക്യൂരിറ്റിയുടെ കേസിൽ ഇതുവരെ ഒരു ലാഗ് ഉണ്ടായിട്ടില്ല. പ്ലേസ്ഡ് ആവുന്നവരെ നമ്മളവിടെ സപ്പോർട്ട് ചെയ്യും. ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് മേഖലയിലും ഈ ഒരു സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് കൂടാനുള്ള കാരണം എന്തായിരിക്കും? ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ ആണ്. ഇപ്പൊ നമുക്കറിയാം ക്ലൗഡിൽ ഒത്തിരി റിക്വയർമെന്റ് ഉണ്ട്. ക്ലൗഡ് അഡോപ്ഷൻ ആണ് കമ്പനീസ് എല്ലാം ചെയ്യുന്നത്. ChatGPT ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന അഷ്യൂർ ക്ലൗഡിലാണ്, മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡാണ്. അതുപോലെ തന്നെ AWS ലും നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ട്. AWS ക്ലൗഡിൽ നമ്പർ 1 ക്ലൗഡാണ് AWS. ക്ലൗഡ് അഡോപ്ഷൻ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഡെവോപ്സ്, ഈ ടെക്നോളജി അതൊരു പ്രോസസ്സാണ്. ഡെവലപ്മെന്റും ഓപ്പറേഷൻസും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കമ്പനികളെല്ലാം ഇന്ന് ഡെവോപ്സ് ആ കൾച്ചർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പാർട്ടായിട്ട് വരുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം കണ്ടെയ്നേഴ്സ്, അതുപോലെ തന്നെ ഓട്ടോമേഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ ആൻസിബിൾ ഓട്ടോമേഷനൊക്കെ കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. ഓപ്പൺ ഷിഫ്റ്റിലേക്ക് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡോക്കർ ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ടെക്നോളജീസ്. ഓപ്പൺ ഷിഫ്റ്റിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഒരു AI എഞ്ചിൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ഓപ്പൺ ഷിഫ്റ്റിൽ നമുക്കത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രൈവറ്റ് ക്ലൗഡിൽ വെച്ചിട്ട്, ഇപ്പം ഡേറ്റയ്ക്കൊക്കെ സെക്യൂരിറ്റി ഉണ്ട്, ഒരു പ്രൈവറ്റ് ക്ലൗഡിൽ കമ്പനിയുടെ പ്രിമിസസിൽ തന്നെ വെച്ച് ഒരു AI എഞ്ചിൻ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്പൺ ഷിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെവോപ്സ് ടൂൾസ് ഉണ്ട്. ടെറാഫോം അല്ലെങ്കിൽ ജെൻകിൻസ് ഇങ്ങനെയുള്ള ഡെവോപ്സ് ടൂൾസ് ഈ ടെക്നോളജിയുടെ പാർട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ബ്രോഡ് ഏരിയ ആണ് ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് എന്ന് പറയുന്ന ഏരിയ. ഇന്ന് ഏറ്റവും കൂടുതൽ ഹോട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏത് റിസഷനിലും നമുക്കൊരു റിസഷൻ പ്രൂഫ് ടെക്നോളജീസ് എന്ന് വേണേൽ ഇതിനെ പറയാൻ പറ്റും. കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട്. ആ ഒരു ഏരിയയിൽ ജോബ് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ജോബ് ഈ ഒരു സമയത്ത് കുറച്ചൊരു ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡെപ്ത് നോളജ് ആണ്, ഇൻഡെപ്ത് നോളജ് ഉള്ളവർക്ക് ഒരു ജോബ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരത്തില്ല. ഈ ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് ഫീൽഡ് ആർക്കൊക്കെ ആയിരിക്കും പഠിക്കാൻ സാധിക്കുന്നത്? മറ്റ് ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ IT-യിൽ താരതമ്യേന പ്രോഗ്രാമിംഗ് നോളജ് അത്ര ആവശ്യമില്ലാത്ത ഒരു ഏരിയ ആണിത്. അത്യാവശ്യം സ്ക്രിപ്റ്റിംഗ് നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഏരിയയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ IT സ്റ്റുഡൻസ്, IT മീൻസ് ഇപ്പം എഞ്ചിനീയറിംഗ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയർ, അല്ലെ സിവിൽ എഞ്ചിനീയർ ഒക്കെ കഴിഞ്ഞവർക്ക് അവർക്ക് IT-യിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം, ഇപ്പം കൊമേഴ്സ് പഠിച്ചവരുണ്ട്, ഈവൻ ആർട്സ് സബ്ജക്ട്സ് പഠിച്ചവരുണ്ട്. അങ്ങനെയൊക്കെ കുറേ സ്റ്റുഡൻസ് ഈ ഒരു ഏരിയയിൽ അവർക്കൊരു IT-യിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ കയറി ഈ ടോപ്പിക്സ് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഈ ജോബിലേക്ക് കയറുന്നുണ്ട്. IPSRന്റെ ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് ട്രെയിനിങ് ട്രാക്കിനെ കുറിച്ചൊന്ന് പറയാമോ? IPSRൽ നമ്മൾ ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് ട്രെയിനിങ് വളരെ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. നമുക്കറിയാം ഇതൊരു റിസഷൻ പ്രൂഫ് ടെക്നോളജിയാണ്, ഏത് സമയത്തും ജോബ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഒരു ഫ്രഷറിന്, ഒരു IT സ്റ്റുഡൻറ്റിന് പോലും ആ ഒരു ട്രാക്കിലേക്ക് വരാവുന്ന വിധത്തിൽ വളരെ ബേസിക് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക.
എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വരുവാണെങ്കിൽ അവർക്ക് വേണ്ട ആ ടെക്നോളജീസ് മാത്രം എടുത്താൽ മതി. ഒരു ഫ്രഷർ ആകുമ്പോൾ ദേ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ലിനക്സ്. ലിനക്സ് നോളജ് ഇല്ലാതെ ഈ ഒരു ടെക്നോളജി നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഓട്ടോമേഷനായി, അതുപോലെ ക്ലൗഡ് പഠിച്ചു, അതുപോലെ പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലുള്ള ഓപ്പൺ ഷിഫ്റ്റ് പോലെയുള്ള ടെക്നോളജീസ് പഠിച്ച് ഡെവോപ്സ് ടൂൾസ് ഒക്കെ പഠിച്ച് അവരൊരു ഡെവോപ്സ് എഞ്ചിനീയർ ആവുന്നവരെ ഉള്ള ഒരു ട്രാക്കാണ്. അപ്പോൾ സാധാരണ ഫ്രഷേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യത്തെ ഒരു 1-2 മോഡ്യൂളൊക്കെ കഴിയുമ്പോൾ അവർക്ക് ആ ലെവലിലുള്ള ഒരു ജോബ് കിട്ടും. പിന്നീട് അവർ അവിടെ ജോബിൽ കയറിയിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. എക്സ്പീരിയൻസ് ഉള്ളവരെ ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, അവർ വന്ന് കഴിഞ്ഞാൽ മേ ബി അവർക്ക് വേണ്ട ടെക്നോളജി മാത്രം, കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജി മാത്രം അവർക്ക് പഠിച്ചാൽ മതിയാവും. പിന്നെ നമ്മുടെ ഇവിടെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇവർക്കൊരു ഇൻഡെപ്ത് നോളജ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടേതായ ലൈവ് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു മെൻറ്ററിങ് കൊടുക്കുന്നുണ്ട്. ലൈവ് ആയിട്ടുള്ള ടാസ്കുകൾ ഇവർക്ക് കൊടുത്തിട്ട് അവരെ കൂടുതൽ എക്വിപ്ഡ് ആക്കുന്നുണ്ട്. ഒരു ട്രെയിൻഡ് ഫ്രഷർ ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിന്റെ ഒപ്പം എത്തിക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റുഡൻസിന്റെ കാലിബർ അനുസരിച്ച് അതിന് വ്യത്യാസങ്ങളുണ്ടാവും. അവർ ചെയ്യുന്ന ടാസ്കിൽ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ സാധിക്കും. ചിലരെ സംബന്ധിച്ചോളം അത് പറ്റത്തില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അവർക്ക് ജോബ് കിട്ടുന്നതും ആ രീതിയിലുള്ള പ്രൊഫൈലായിരിക്കും അവർക്ക് കിട്ടുക. ഇങ്ങനെയാണ് IPSRന്റെ ഒരു ട്രെയിനിങ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ക്ലൗഡ് ആൻഡ് ഡെവോപ്സിന്റെ ട്രെയിനിങ് ട്രാക്ക് പോകുന്നത്. സോ ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് ഫീൽഡിൽ പ്ലേസ്മെന്റ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഏത് ജോബ് പോർട്ടൽ എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം പല വിധത്തിൽ ഇപ്പോൾ ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. ചില സ്ഥലത്ത് അവർക്ക് വേണ്ടത് ക്ലൗഡ് എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഡെവോപ്സ് എഞ്ചിനീയേഴ്സിനെ ആയിരിക്കും ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും പല പ്രൊഫൈലുള്ള, ഇതല്ല സിസ്റ്റം എഞ്ചിനീയർ ആയിട്ട്, അല്ലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ജോബ്സ് കിട്ടാം. അപ്പോൾ ഈ എല്ലാ ജോബിനും പറ്റുന്ന വിധത്തിലാണ് നമ്മൾ ഈ ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് ഈ ട്രാക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നവരെ, സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ് കിട്ടുന്നവരെ ഒരു സപ്പോർട്ടാണ് നമ്മൾ പ്ലേസ്മെന്റ് ഡിവിഷനിൽ കൊടുക്കുക. ഒരു ഇന്റർവ്യൂവിന് പോയി അവർക്ക് എന്തെങ്കിലും ഫെയിലർ വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക. അടുത്ത പ്രാവശ്യം പോകുമ്പോഴേക്കും അവരെ എക്വിപ്പ് ചെയ്ത് അവരെ വിടുക. അതിനൊരു ഡെഡിക്കേറ്റഡ് ടീം IPSRൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് IPSRൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്ലേസ്ഡ് ആയിരിക്കുന്നത് സ്റ്റുഡൻസ് ഈ ഒരു ട്രാക്കിൽ വന്നവരാ. കാരണം നോൺ IT-കാരും എല്ലാവരും വന്ന് ഇവിടെ അവർക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് പോലെ തന്നെ ഡേറ്റ സയൻസ് ആൻഡ് AI-യിലും ഈ ഒരു സമയത്ത് അവസരങ്ങൾ കണ്ടുവരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഡേറ്റ സയൻസും ഒരു വാസ്റ്റ് ഏരിയ ആണ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഡേറ്റ വിഷ്വലൈസേഷൻ, ഇപ്പോൾ ഒരു MBA കഴിഞ്ഞവർ അല്ലെ BCom കഴിഞ്ഞവരൊക്കെ ഒരു ഫിനാൻഷ്യൽ ഡേറ്റ അനലൈസ് ചെയ്യുക, ഒരു വിഷ്വലൈസേഷൻ, അല്ലെ മാർക്കറ്റിങ്ങിലാണെങ്കിലും അവർക്ക് ഡേറ്റ എടുത്തിട്ട് അവർക്ക് വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ടൂളുകൾ, ടാബ്ലോ പോലെയുള്ള ടൂളുകൾ, അല്ലെങ്കിൽ Power BI, Excel പോലെയുള്ള ടൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ബേസിക് ലെവൽ ഒരു ഡേറ്റ വിഷ്വലൈസേഷൻ്റെ മോഡലാണ്. ഇനി അടുത്ത ഒരു ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും മെഷീൻ ലേണിംഗ്, ഒരു ഡേറ്റ സയന്റിസ്റ്റ് ആകുക, അല്ലെങ്കിൽ ഒരു AI എഞ്ചിനീയർ ആകുക. അപ്പോൾ നമുക്കറിയാം ഇന്ന് ഡേറ്റ ഒത്തിരി അവൈലബിൾ ആണ്. ഇപ്പം ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇപ്പം ഫിൻടെക് കമ്പനികൾ നമ്മൾ അറിയാം. അതുപോലെ തന്നെ എഡ്ടെക് കമ്പനികൾ ഇപ്പോൾ ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റുഡൻറ്റിനും കസ്റ്റമൈസ്ഡ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ലേണിംഗ് ട്രാക്കുകൾ ഐഡന്റിഫൈ ചെയ്യാം. IPSR തന്നെ ഇപ്പോൾ ഒരു AI പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. QuestionPaper.ai എന്ന് പറയുന്നത്. നമുക്ക് സിലബസ് ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചേഴ്സിന് ജനറേറ്റ് ചെയ്ത് കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട്. ഓട്ടോ ജനറേഷൻ അവിടെ നടക്കുക. അപ്പോൾ ഇതുപോലെയുള്ള AI പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഡേറ്റയാണ് ഡേറ്റ സ്റ്റഡി ചെയ്തിട്ട് മെഷീൻ ലേണിംഗ് മോഡൽസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു AI എഞ്ചിൻ, ഫ്യൂച്ചറിൽ ഒരു AI എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുകയാണ് ഇന്ന് പല കമ്പനികളുടെയും അവർ എയിം ചെയ്തിരിക്കുന്ന അതാണ്. അപ്പം ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരു കാലിബർ എന്ന് പറയുന്നത് ഒന്ന് മാത്തമാറ്റിക്കൽ സ്കിൽസ് വേണം, ഒരു ഡേറ്റ മൈൻഡ് സെറ്റ് അവർക്ക് വേണം. ഇപ്പൊ ഡേറ്റ വിഷ്വലൈസേഷൻ ഒക്കെ ആണെങ്കിൽ ഒരു കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ മെഷീൻ ലേണിംഗ്, അല്ലെ AI എഞ്ചിനീയർ ഒക്കെ, അല്ലെ ഡേറ്റ സയന്റിസ്റ്റ് ഒക്കെ ആയിട്ട് വരുമ്പോഴേക്കും പ്രോഗ്രാമിങ്ങിലുള്ള സ്കില്ല്, പ്രത്യേകിച്ച് പൈത്തൺ ലാംഗ്വേജിലുള്ള സ്കില്ല് വേണം. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലുള്ള സ്കില്ല് നന്നായിട്ട് അവിടെ വേണം. അങ്ങനെയുള്ളവർക്കാണ് ഈ AI ട്രാക്കിലേക്ക് പോകാൻ സാധിക്കുക. ഈ ഡേറ്റ സയൻസ് ആൻഡ് AI ആർക്കൊക്കെ ആയിരിക്കും സൂട്ടബിൾ ആയിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം AI എന്ന് ഇപ്പൊ സൈബർ സെക്യൂരിറ്റി പോലെ ഒരു അട്രാക്റ്റീവ് വേർഡാണ് AI എന്ന് പറയുന്നത്. സാധാരണ 10th ക്ലാസ് കഴിയുമ്പോൾ തന്നെ സ്റ്റുഡൻസ് AI പഠിക്കണം എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ എന്താണ് അവിടെ വേണ്ട സ്കിൽസ് എന്ന് അറിയാതെയാണ് പലരും പോകുന്നത്. അപ്പൊ അവിടെ വേണ്ട സ്കിൽസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രോഗ്രാമിംഗ് നല്ലൊരു നോളജ് വേണം ഒരു AI-യിലേക്ക് പോകണമെങ്കിൽ. മാത്തമാറ്റിക്കൽ സ്കിൽസ് വളരെ അത്യാവശ്യമാണ്. കാരണം മാത്തമാറ്റിക്കൽ സ്കിൽ ഇല്ലാതെ നല്ലൊരു AI എഞ്ചിനീയർ ആകാൻ പറ്റത്തില്ല. ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ഡേറ്റയാണ് നമ്മൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്.
അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോളജ് വേണം, ഒരു ഡേറ്റ മൈൻഡ് സെറ്റ് വേണം. അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് തീർച്ചയായിട്ടും ഈ AI ഫീൽഡിലേക്ക് സ്കോപ്പ് ഉള്ളത്. എല്ലാവർക്കും പറ്റുന്ന ഒരു ഏരിയ അല്ല ഇത്. ഈ ഡേറ്റ സയൻസ് AI ട്രെയിനിങ് ട്രാക്കിനെ കുറിച്ചൊന്ന് പറയാമോ? ഡേറ്റ സയൻസ് അതും ആ ഒരു ട്രാക്ക് വളരെ വൈഡാണ്. IPSR കൊടുക്കുന്ന ഡേറ്റ വിഷ്വലൈസേഷൻ വേണ്ടവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ആ ഒരു മോഡ്യൂളൊക്കെ ഡേറ്റ വിഷ്വലൈസേഷൻ ആണ്. അത് കഴിഞ്ഞ് അവർ കുറച്ചുകൂടെ ഡേറ്റയെ പറ്റി അറിഞ്ഞു. അടുത്ത ലെവലിലേക്ക് പോകുമ്പം പൈത്തൺ ഒക്കെ പഠിച്ച് മെഷീൻ ലേണിംഗിലേക്ക് പോകും. അപ്പോൾ അവിടെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ ബിൽഡ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു ലെവലിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക. അതിനും അപ്പുറത്തേക്ക് പോകുന്നവരാണ് AI. അത് കൂടുതലും നമുക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങൾക്കിപ്പം IPSR പുറത്തുനിന്ന് UK എന്നൊക്കെ US എന്നൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് കൂടുതലും AI-യിലാണ് അവർ ചെയ്യുക. കാരണം നമുക്ക് തന്നെ നമ്മുടേതായ ഒരു പ്ലാറ്റ്ഫോം, നമുക്ക് പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് അതിനകത്ത് അവർക്ക് ഒരു ലൈവ് എക്സ്പീരിയൻസ് കിട്ടുന്ന വിധത്തിലായിരിക്കും നമ്മുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ഒരു ലൈവ് എക്സ്പീരിയൻസ് കിട്ടി. അവർ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അവർ കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഏറ്റവും മുമ്പിൽ നിൽക്കണം. കാരണം നമ്മുടെ ലൈവിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് അവരെ മെൻറ്ററി ഒക്കെ ചെയ്യുക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന വിധത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡേറ്റ സയൻസിന്റെ AI പ്ലേസ്മെന്റ്സ് എങ്ങനെയായിരിക്കും? ഇവിടെയും ഒത്തിരി കോമ്പറ്റീഷനുള്ള ഒരു ഏരിയ ആണ്. പ്രത്യേകിച്ച് AI എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് സ്റ്റുഡൻസിന് ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ പ്ലേസ്മെന്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പ്ലേസ്ഡ് ആകുന്നവരെ ഇവരെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ തന്നെ ടാസ്കുകൾ കൊടുക്കുക, ലൈവായിട്ടുള്ള ടാസ്കുകൾ കൊടുത്ത് അവരെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഡെപ്ത് ഇല്ലാതെ നമുക്ക് AI-യിലൊന്നും ഒരു ജോബ് ഇനി നമുക്ക് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റുഡൻസിനോട് നമ്മൾ ആദ്യം മുതലേ അഡ്വൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ് കൊടുക്കുക. നമുക്ക് ഇവിടെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. ഡോക്ടർ സുനിൽ ജോബിനെ പോലെയൊക്കെ 30+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ട്. കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം തന്നെ നമുക്കുണ്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട്. പ്ലേസ്മെന്റ് അതനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് പ്ലേസ്മെന്റിലും അവർക്ക് കിട്ടും. സോ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. സോ നമ്മൾ നേരത്തെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ ലേ ഓഫ്, കുറേ പേർക്ക് ജോലി നഷ്ടപ്പെടുന്നു, ഒരു സെഷൻ തുടങ്ങിയ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് IT ഫീൽഡിൽ സാറ് പറഞ്ഞതുപോലെയുള്ള എവർഗ്രീൻ ടെക്നോളജീസ് ആയ സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് ആൻഡ് ഡെവോപ്സ്, ഡേറ്റ സയൻസ് AI തുടങ്ങിയ മേഖലയിൽ നല്ല കുറേ ജോലി അവസരങ്ങൾ കണ്ടുവരുന്നു. സോ ഒരു IT ജോലി നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ IT ഫീൽഡിൽ ഏത് കോഴ്സ് എടുക്കണം തുടങ്ങിയ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോളോ വാട്സാപ്പോ ചെയ്യുകയാണെങ്കിൽ IPSRലെ എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സായി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ പാഷൻ എന്ന് കണ്ടെത്തി അതനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. Are you confused about what to choose as the next step towards your career? Contact us and our educational counselors will help you out. If you have any IT related doubts, you may comment below so that we can help you answer those questions in our IPSR Cast series. I will leave the link of the IPSR Cast playlist in the description as well. So see you in the next video of IPSR Cast. Thank you and have a great day.